മിഡ് മതി. ഹായ് ഗൈസ്, മൊയ്തു ആണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട മൊയ്തു യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന പ്രോത്സാഹനം, നിങ്ങൾ തന്ന ലൈക്ക്, കമന്റ്, ഷെയർ എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ ഇന്ന് ഞങ്ങൾ വ്യത്യസ്തമായ ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പോവാണ്. നമ്മുടെ ചാനലിലൂടെ ഒരു പ്രാങ്കാണ്. എന്റെ കയ്യിലിരിക്കുന്നത് ഒരു മദ്യക്കുപ്പിയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും, പക്ഷെ മദ്യക്കുപ്പി അല്ല. ഇതിനകത്ത് കട്ടൻ കാപ്പിയാണ്, പക്ഷെ മദ്യക്കുപ്പിയാണ് നമുക്ക് തോന്നും. ഈ മദ്യക്കുപ്പി വെച്ചിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മദ്യാസക്തി എത്രയുണ്ടെന്ന് ഞങ്ങളൊന്ന് പരീക്ഷിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ, ഈ മദ്യക്കുപ്പി ഞാൻ ഈ റോട്ടിൽ വെക്കും, എന്നിട്ട് ഞങ്ങൾ ക്യാമറയുമായിട്ട് ഞങ്ങൾ മറഞ്ഞിരിക്കും. ഈ റോട്ടിലൂടെ നടന്നു വരെ എത്ര പേർ ഈ കുപ്പിയോട് ആസക്തി കാണിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളും പൊള്ളിക്കും കേട്ടാ. അത് പൊളിക്കൂ. 1 മില്യൺ ഉറപ്പ്. 1 മില്യൺ പോരാ, 1 മില്യൺ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിരിക്കണ്. ഇത് അതിന് മേലെ പിടിക്കണം നമ്മൾ. ക്യാമറ കള്ളൂടിക്കാത്ത യൂത്തനോ, എന്തൊരു കഷ്ടത്. അയാളെ കണ്ടിട്ട് ഒരു വെള്ളടിക്കാരന്റെ ലുക്ക് ഉണ്ട്. അയാൾ എടുക്കും. ഉണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ലെന്ന്. എന്ത് മനുഷ്യനാണ് ഇയാള്. എന്നാലൊരു കുപ്പി ഇടന്നിട്ട് ആന്ന് ആർക്കും വേണ്ടേ കേരളത്തിൽ? എന്തുപേർക്കത് കള്ള് വേണ്ടേ? സുഹൃത്തുക്കളെ, രണ്ടാമത്തെ ആളും മദ്യത്തിന്റെ കുപ്പി കാലുകൊണ്ട് തട്ടിമാറ്റിയ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നുകിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മദ്യത്തിനോടുള്ള ആസക്തി കുറഞ്ഞു, അതല്ലെങ്കിൽ ഈ ബ്രാൻഡ് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് അനുമാനിക്കാനുള്ളത്. എന്തായാലും അടുത്ത ആൾക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും കാത്തിരിപ്പ് തുടരുന്നു. ഒരാൾ വരണ്ടേ? അയാള് പിടിക്കും, നോക്കിയോ. അയാളെ കണ്ടിട്ട് ഒരു എക്സ് മിലിറ്ററി പോലെ ഉണ്ട്. റിവേഴ്സ് അടിക്കണം. ഇതൊന്നല്ല, 2 മില്യൺ ഉറപ്പ്. എന്താ കള്ള ലക്ഷണം നോക്ക് മാത്രം. വാങ്ങും നോക്ക്, പറ്റും നോക്ക്. അതെ, ഞാൻ വരുന്നുണ്ട്. അതിന് കോള് വന്നില്ലല്ലോ. അഭിനയിക്കാൻ വരാം. അഭിനയിക്കാം. ആ സാധനം കണ്ടാലേ. എന്ത് സാധനം? എന്ത് സാധനം? നിങ്ങളിപ്പോ റോട്ടിൽ നിന്ന് എടുത്തില്ലേ കുപ്പി? എന്റെ കുപ്പി ഞാൻ ബീവറേജ് സാധനം മനസ്സിൽ എടുത്താ. നടു റോട്ടിലാ ബീവറേജ്. ഒട്ടുംപൊളി ഒഴിവാക്കിട്ടോ. അത് ഞാൻ വെച്ചാ റോട്ടുമല്. റോട്ടുമ്മയാ? ഞാൻ വെച്ചാന്ന് ഇരക്കെടുത്തൂടെ? നീ വെച്ചൊന്നുമല്ല. ഇത് കേക്ക്, ഇത് പ്രാങ്കാണ്. എന്ത് ഭ്രാന്ത്? ഭ്രാന്തല്ല, പ്രാങ്ക്. ഈ ഷൂട്ട് ഞങ്ങള് കാട്ടിനുള്ളതേ, ഈ മദ്യക്കുപ്പി ആരെടുക്കുന്നു നോക്കെ ഞങ്ങളുടെ കളിയാണിത്. എന്ത് കളി? എന്റെ കളിയും കൊണ്ട് ഞങ്ങൾക്ക് കുറെ അറിയാം. അല്ല, കാര്യമായിട്ട് പറയാ. നിങ്ങളത് ബീവറേജ് മേടിച്ചാ അതിന്റെ ബില്ലടിക്കും. നിങ്ങള്
ബില്ലില്ല, ഞാൻ വേറെ ആളോട് മേടിക്കാൻ പറഞ്ഞു. ഓൻ മനുഷ്യനാന്ന് എന്റെ ബില്ല് നിങ്ങളെ പള്ളർച്ച് പൈസ ഉണ്ടല്ലോ കേക്ക് പൊട്ടുപിടി സാധനം അടിക്കില്ല. ഒരു കാര്യം പറഞ്ഞുതരാ, അത് മദ്യല്ല, കട്ടൻ കാപ്പിയാ. അതാണ് വെച്ചേ. എനിക്ക് കട്ടൻ കാപ്പി ഇഷ്ടമാണ്. കട്ടൻ കാപ്പിയാണോ അത്? എനിക്ക് കട്ടൻ കാപ്പി ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇനി ഷൂട്ട് ചെയ്യാനുള്ള തരൂല. ഇത് കിട്ടിയത് നിനക്ക് തരൂല. മനുഷ്യനെ ഒരു പണി എന്തൊക്കെയാണ് പേര്? എവിടെയൊക്കെ അന്വേഷിച്ചു ബ്രോ ഇത്. അതെ, ഒരു ഹെൽപ്പ് ചെയ്യണമല്ല. എന്തുറ്റി? ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടേ. പക്ഷെ ഒരു റീച്ചും ഇല്ലാണ്ട് വർക്കൗട്ട് ആവുന്നില്ല. എന്താ വീഡിയോ എന്താ ചെയ്യണപ്പോ? വീഡിയോ നമ്മൾ ട്രാവൽ ബ്ലോഗ് ചെയ്ത് ഫുഡിന്റെ ചെയ്ത് 4 കൊല്ലം മുമ്പ് ഞങ്ങൾ ചെയ്ത സാധനം അതുകൊണ്ടൊന്നും കാര്യമില്ല. ആൾക്കാരല്ലേ, അച്ഛന്റെ പേര് കൊണ്ട് കളയരുത്. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണം. അതെ, എന്റെ ക്രിയേറ്റീവ് ഹെഡ് ഇതാണ് ഉണ്ണി. പക്ഷെ പുള്ളി പറഞ്ഞു തന്നെ ഒന്നും അങ്ങോട്ട് വർക്കൗട്ട് ആവണില്ല. ഒക്കെ ചീറ്റി പോണേന്ന്. പുതിയ ഐഡിയ വല്ല ഉണ്ടോ? 3 പറഞ്ഞ് ചീറ്റ് ചെയ്ത് നോക്കണ്ട. ഇപ്പൊ നമ്മളൊന്ന് ചെയ്യാനാ പോകുന്നത്. എന്താ സത്യമാഷി ഇവന്റെ അച്ഛൻ കിടക്കുന്ന കിടക്കേന്റെ അടിയിൽ ഒരു കരിമൂർക്കനെ കൊണ്ടിടാം. അപ്പൊ അച്ഛൻ രാത്രി ഇങ്ങനെ നോക്കുമ്പോ ഇത് ചാന എണീച്ചിരിക്കുമ്പോ അച്ഛൻ എണീച്ചിരിക്കും. 2 വീഡിയോയിലൊക്കെ പറഞ്ഞാൽ വൈറലാവുമല്ലോ. അത് നടക്കൂല, നീ ഒന്നും ഉണ്ടായിരിക്കും. പാമ്പ് കൊത്തി കഴിഞ്ഞാൽ അച്ഛൻ തീർന്നു പോലോ. പക്ഷെ സാധനം വൈറലാവുമല്ലോ. അത് ശരി, അച്ഛൻ തീർന്നിട്ട് സാധനം വൈറലായിട്ട് എന്ത്? അത് നോക്കണ്ട. എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു. എനിക്ക് രക്ഷപ്പെടണം. യൂട്യൂബറിലായിട്ട് എനിക്ക് രക്ഷപ്പെടണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പാട്ട് പാടൂ? പാട്ട് പാടൂല. ഡാൻസോ? ഡാൻസ്. മിമിക്രി ഉണ്ടോ? മിമിക്രി അറിഞ്ഞൂടാ. അഭിനയം എന്തെങ്കിലും? അഭിനയം അങ്ങോട്ട് വരുന്നില്ല. ഒന്നുമില്ല. ഇപ്പൊ ചുരുക്കി പറഞ്ഞാ എനിക്കിപ്പോ യാതൊരു കഴിവുമില്ല. യൂട്യൂബിൽ രക്ഷപ്പെടുകയും വേണം. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ഐഫോൺ ഉണ്ട്. ഐഫോൺ ഇപ്പൊ ഒരു കഴിവല്ലല്ലോ. അല്ല, ഇത് വെച്ച് രക്ഷപ്പെടാനല്ല. ഏകദേശം ഈ ഞാനും ഒരേ റൂട്ടാ. എനിക്കും യാതൊരു കഴിവില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ഭയങ്കര റീച്ചാ. നമ്മള് പ്രാങ്കോട്ട് രക്ഷപ്പെട്ടല്ലേ. പേടിയില്ലേ? ആര്? പ്രാങ്കൻ. എന്തിനാണ് ഇതിനൊക്കെ? നമ്മളെ ലാസ്റ്റ് പ്രാങ്കിന് എത്രയാടാ വ്യൂവേഴ്സ്? 1.5 മില്യൺ. കണ്ടാ, മദ്യക്കുപ്പിടുത്ത് ഓടി കളവേ. അപ്പൊ ഞാനൊന്ന പ്രാങ്ക് ചെയ്യാം. പ്രാങ്ക് ചെയ്യണ്ട, അത് ഞങ്ങൾ ചെയ്യണ്ടല്ലോ. അനക്ക് ഞാൻ വേറെ ഐഡിയ പറഞ്ഞുതരാം. അതെ, ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് മസാല ചേർക്കാം. ചിക്കൻ മസാല. ചിക്കൻ മസാല അല്ല ചെങ്ങായി. അനക്ക് എന്തേലും ഇതിന് മുമ്പ് പണി? ഡ്രൈവർ. എന്തിന്റെ? JCB. വെറുതെ അല്ല. അതെ, ഞാൻ പറഞ്ഞതേ ഇക്കിളിപ്പെടുത്തുക. ഞാൻ എത്ര ഇക്കിളിയാലും ഇവനെ എടുപ്പിടൂല. ഇതൊന്നും മിണ്ടാണ്ടൊക്കെ പ്രേക്ഷകർ ഇക്കിളിപ്പെടുത്തുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുക. എങ്ങനെ സംഭവം മനസ്സിലായോ? ഇല്ല. ആൾക്കാർക്ക് ചെറിയൊരു ഇക്കിലേക്ക് വരുത്തുള്ള എന്ത് പ്രശ്നം? വീഡിയോ കാണിക്കണ്ടല്ലോ. പുതിയ ട്രെൻഡാണ്. നിങ്ങൾക്ക് അത് ചെയ്യാൻ ഇഷ്ടമാണോ? നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഞങ്ങളെ പുതിയ ഡയലോഗ്, പബ്ലിക് റിവ്യൂ. കുറച്ച് ചെക്കന്മാരെടുത്ത് പോയിട്ട് ഓരോ കുറച്ച് ഒപ്പീനിയൻ ചോദിക്കുക. പെൺകുട്ടികളുടെ അടുത്ത് പോയി ചോദിക്കുക. അപ്പൊ ഓരോ മറുപടി കേൾക്കാൻ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മ ഉളത്തരം പറയണം. അതല്ലേ, ഇതങ്ങോട്ട് വൈറലാവും. പബ്ലിക് റിവ്യൂ എത്ര പേര് എടുക്കുന്നുണ്ട്? അപ്പൊ പബ്ലിക് റിവ്യൂ ആണെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്താൽ. ഞാനിപ്പോ ഇതിലേക്ക് കടക്കാൻ നിൽക്കുക. അയ്യോ വേണ്ട വേണ്ട, ഞാൻ കടന്ന് ഞാനപ്പോ ഇന്നോട്ട് തുടങ്ങിയാണ്. ഞാൻ ഇക്കിളി പൊളിക്കും. പൊളിക്ക്. ഓക്കെ. പിന്നെ ഒരു ഉപകാരം ചെയ്യാൻ പറ്റും. എന്താണ്? ഇവനെ നിങ്ങൾ എടുത്തിട്ട് ഇവനെ എനിക്ക് തരാൻ പറ്റും. അയ്യോ, ഇത് നമ്മളെ ചങ്കും ബ്രോണ് മോനെ. കളില്ല. കിളിപ്പെടുത്താൻ തുടങ്ങി. അവിടെ നമുക്ക് അടുത്തൊരു കുപ്പി ഒരു രൂപ എടുക്കാം. ഏരിയ ഒന്ന് മാറ്റി പിടിക്കാം. ഏരിയ മാറ്റാം. ക്രൗഡുള്ള ഏരിയ സെറ്റ് ആക്കല്ലേ? ഹായ് ഗൈസ്, നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സമൂഹത്തിനും ഉപകാരപ്രദമാവുന്ന ഒരു വിഷയമാണ് അവിഹിത ബന്ധം. അവിഹിത ബന്ധം എങ്ങനെ വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ അവിഹിത ബന്ധങ്ങൾ മുഴുവൻ വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാണ്. അപ്പൊ ഇത് ഭാര്യ കാണുമോ ഭർത്താവ് കാണുമോ എന്നൊക്കെ ഉള്ള ഭയമാണ് നമ്മളെ അകാല മരണത്തിലേക്ക് നയിക്കുന്നത്.
അവിഹിത ബന്ധം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നമുക്ക് 1, 2, 3, 4 ഒക്കെ അവിഹിതങ്ങൾ ചെവി അറിയാതെ തമ്മിൽ ബന്ധപ്പെടാതെ ഇതുവരെ പിടിക്കപ്പെടാതെ വിജയിച്ചവരിൽ പഠനം നടത്തി കണ്ടെത്തിയ വിവരങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകുന്നത്. ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യത്തിൽ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അവിഹിത ബന്ധം. ഒരു പങ്കാളി മാത്രം ഉള്ളപ്പോൾ നമുക്ക് മടുക്കും, മനുഷ്യനായ മടുക്കും. ആ മടുപ്പ് മാറ്റി എൻജോയ് ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി അതിബുദ്ധിയും സാമർഥ്യവും നൈപുണ്യവും ഒക്കെ വേണ്ടുന്ന ഒരു കാര്യമാണ് അവിഹിത ബന്ധം. ഈ ഞാൻ പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾ അത് ജീവിതത്തിൽ പകർത്തി നല്ല അവിഹിത ബന്ധങ്ങളിലൂടെ പല കുടുംബങ്ങളും തകർത്ത് മാനസികമായി ചിരിച്ചുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടി ജീവിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം. ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? ഇതിന് കേരളം ചുരുക്കുന്നത് ഇന്ത്യ ആയിക്കോട്ടെ. ഇന്ത്യയിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? ഈ സമൂഹം എന്താണ് ചർച്ച ചെയ്യുന്നത്? അവരുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുകയാണ്. അതെ, ഒരു ചേട്ടൻ വരണ്ട്, നമുക്ക് അയാളോട് ചോദിക്കാം. പേരെന്താണ്? ബാപ്പു. നല്ല അസല് പേര്. അപ്പൊ ബാപ്പുവിനോടാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. പ്യാരി ക്രേസി യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് താല്പര്യമുള്ള, നമുക്ക് ഇഷ്ടമുള്ള സ്ത്രീകളെ കണ്ടാൽ ചേട്ടൻ ആദ്യം എങ്ങോട്ടായിരിക്കും നോക്കുന്നത്? പറഞ്ഞോളൂ. അതെ, പറഞ്ഞോളൂ, മനസ്സോർന്ന് പറഞ്ഞോളൂ. അയ്യോ അല്ല, നമ്മൾ എവിടെ നോക്കും അതാണ് പറയേണ്ടത്. നമ്മൾ എവിടെയാണ് ആദ്യം? ചേട്ടന്റെ കള്ളച്ചിരി കണ്ടോ? ചേട്ടനറിയാം, അതാണ് നമുക്ക് വേണ്ടത്. പറഞ്ഞോളൂ പറയൂ. മറുപടി ഉണ്ട്, മുഖത്തുണ്ട് മറുപടി. ചേട്ടൻ പറയൂ, കാണട്ടെ. ആ ചേട്ടന് നാണമുണ്ട്. ചേട്ടനെ പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. നമുക്ക് അടുത്ത ആളോട് ചോദിക്കാം. നമ്മുടെ രസകരമായ ചോദ്യത്തിന് ഉത്തരം കിട്ടാതിരിക്കില്ല. ഇവിടെ ഒരു ചുള്ളം പയ്യൻ ഇളനീരൊക്കെ അടിച്ച് ചില്ല് ചെയ്ത് നിൽപ്പുണ്ട്. നമുക്ക് ചോദിക്കാം. നമസ്കാരം. ഞങ്ങളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഞങ്ങളൊരു ചോദ്യം ചോദിക്കും, താങ്കൾ സത്യസന്ധമായിട്ടുള്ള മറുപടി പറയണം. എന്താണ് പേര്? മോഹൻ. അപ്പോ എന്താണ് നമ്മുടെ യുവജനങ്ങളുടെ മനസ്സിൽ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. നമ്മളിപ്പോ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ എതിരെ ഒരു സ്ത്രീ വരുന്നു, ഒരു പെണ്ണ് വരുന്നു, കാണാൻ സുന്ദരിയായ ഒരു പെണ്ണ് വരുന്നു. മോഹൻ ആദ്യം അവരെവിടെയാണ് നോക്കുന്നത്? പറയൂ, നാണിക്കണ്ട. അത് തന്നെ. അത് പറ. മോഹൻ പറയുന്നുണ്ട്. എവിടെ? മുടി. അതല്ല ചോദിച്ചത്. നമ്മൾ സുന്ദരിയായ അതോടെ വെക്കാതെ ഒരു സ്ത്രീ വരുമ്പോ നമ്മൾ എവിടെയായിരിക്കും ആദ്യത്തെ നമ്മുടെ നോട്ടം? എവിടെയായിരിക്കും അത് പറയൂ. നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അത് ജനം അറിയട്ടെ. പറയൂ. ആണിന്റെ കണ്ണിൽ അതെ, ഒരു ചേച്ചി പോകുന്നുണ്ട്. ചേച്ചിയോട് ചോദിക്കാം. ഹലോ ചേച്ചി, ഒന്ന് നിൽക്കും. ഇത് ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നുമാണ് വരുന്നത്. ചേച്ചിയോട് ഒരു ചോദ്യം ചോദിക്കും. അപ്പൊ ചേച്ചി സത്യസന്ധമായി അതിന് മറുപടി പറയണം. ചേച്ചിയോട് ചോദിക്കാനുള്ള ചോദ്യം, നമ്മൾ ഒരു പുരുഷനെ കണ്ടാൽ ചേച്ചി അയാളുടെ എവിടെയായിരിക്കും ആദ്യം നോക്കുന്നത്? പറയൂ. പറഞ്ഞിട്ട് പോവൂ. ചേച്ചിക്ക് അറിയാത്. ഹലോ പറയൂ. ചേച്ചി ഇല്ലേ, ഒരു ആളെ കണ്ട ചേച്ചി എവിടെ നോക്കൂ, അത് പറഞ്ഞാ മതി. പറയൂ. ചേച്ചി മിണ്ടുന്നില്ല. നമുക്ക് പറയിപ്പിക്കാൻ നോക്കാം. ഓ ചേച്ചി അവിടേക്ക് പഴയ ഗുണ്ടയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, ലക്ഷണം കണ്ടിട്ട്. ഈ ചേട്ടനോട് ചോദിക്കാം. ചേട്ടൻ എന്താണ് പേര്? എന്റെ പേര് രാഘവൻ. അപ്പൊ ഞങ്ങളൊരു ചോദ്യം ചേട്ടനോട് ചോദിക്കും. ചേട്ടൻ അതിന് മറുപടി പറയണം. ഇപ്പൊ ചേട്ടനോടുള്ള ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? മറുപടി പറയൂ. ആലോചിക്കണ്ട. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുഖം അനുഭവിക്കുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? അതെ, പറയൂ. ഒരു 2-3 ബീർ അടിച്ചിട്ട് മൂത്രയിക്കാണ്ട് നിന്നിട്ട്
അവസാനം മുട്ടി ഒന്നിട്ടാകുമ്പോ ഒരു മൂത്രയിക്കുമ്പോണ്ട് ഒരു സുഖം. വളരെ നല്ല ഉത്തരമാണ് ചേട്ടൻ പറഞ്ഞത്. വെരി ഗുഡ് വെരി ഗുഡ്, നല്ല ഉത്തരമാണ് പറഞ്ഞത്. ഒരുണ്ണി മൂത്രയിക്കല ബീർ കുടിച്ചിട്ട് എന്നെ കൂടെ വൈറലാക്കണ്ടേ ബാബ. ഇവിടെ ഒരാളിരിപ്പുണ്ട്, ലേഡീസ് ഹോസ്റ്റലിന്റെ മുമ്പിൽ ഒരാൾ കുന്തക്കാലിലിരിപ്പുണ്ട്. ചേട്ടാ നമസ്കാരം. ഇങ്ങനെ ഇരുന്ന ശരീരം തെറ്റിദ്ധരിക്കൂലേ, എഴുന്നേറ്റേക്ക്. നമസ്കാരം. എന്താണ് പേരെന്താണ്? എന്റെ പേര് കോയ. ഞങ്ങള് ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പൊ ഞങ്ങളൊരു ചോദ്യം ചോദിക്കും, അപ്പൊ അതിനോട് സഹകരിക്കണം. ഇപ്പൊ ഒരുപാട് പേര് രസകരമായ ഉത്തരങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ചോദ്യം, നമ്മുടെ ജീവിതത്തിൽ ഈ പ്രായം വരെ ജീവിച്ച കോയക്കാക്ക് ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? അതാണ് ഉത്തരം പറയേണ്ടത്. ആലോചിച്ച് പറഞ്ഞോളൂ, ആലോചിച്ച് പറഞ്ഞോളൂ. ഞാൻ പള്ളിയിലേക്ക് വാങ്ങിക്കാണ്. പള്ളിയിലോട്ട് പോയിക്കോ. നമുക്ക് ഈ ഒരു ഉത്തരം കിട്ടിയാൽ മതി, ഉത്തരം കിട്ടിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഈ പ്രായം വരെ ജീവിച്ചല്ലോ, അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള സുഖങ്ങളിൽ ജീവിതത്തിൽ ഏറ്റവും സുഖം കിട്ടിയത് എന്ത് ചെയ്യുമ്പോഴാണ്? അതാണ് പറയേണ്ടത്. പറയൂ. അത് നിങ്ങളെ അങ്ങനത്തെ ചെറുപ്പക്കാരൊക്കെ ഉണ്ടോ? ആ ഓരോരുത്തൊക്കെ പോയി ചോദിക്കാം, അല്ലാണ്ട് എന്നോടല്ല ചോദിക്കാം. കോയൊക്കെ പറയും. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസർ കോയൊക്കെ ഇപ്പൊ പറയും. നമ്മുടെ ആൻസർ ഇക്ക് ചെറുപ്പത്തില് ഇക്ക് വട്ടച്ചൊറി ഉണ്ടായിരുന്നു. വട്ടച്ചൊറി കണ്ടിട്ടോ? അതിങ്ങനെ വയറിന്റെ മുകളിൽ വയർപ്പുള്ളോർത്തൊക്കെ ഇങ്ങനെ ചൊറിയും. അപ്പൊ ആ ചൊറിയുടെ ചുറ്റും ഇങ്ങനെ മാന്ത, അതൊക്കെ നല്ല സുഖമുള്ള ഒരു കാര്യം. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച അതല്ല. ഈ ഉദ്ദേശിക്ക് പറയാൻ പറ്റുമോ? മാന്യമര്യാദയായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ഈ ഉദ്ദേശിച്ച അതൊക്കെ മനസ്സിലായി. അത് പറയൂ. എനിക്കൊക്കെ അറിയാം. പിന്നെ അതെ, നമുക്ക് ചെവി കടിക്കുമല്ലോ. ചെവി കടിക്കുമ്പോ ഒരു കോഴിത്തൂവൻ എടുക്കുക, എന്നിട്ട് ആ ചെവി കടിക്കുമ്പോ അങ്ങനെ ആക്കുമ്പോ കിട്ടുന്ന ആ ഒരു സുഖം. അതല്ലാതെ എന്താ പറഞ്ഞത്? കോയൊക്കെ പിടുത്തം തരുന്നില്ല. നമുക്ക് വേറൊരാള് വരുന്നുണ്ട്, നമുക്കത് ചോദിക്കാം. നമസ്കാരം ചേട്ടാ. ഞങ്ങൾ ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചാൽ ചേട്ടൻ അതിനൊരു ഉത്തരം പറയണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? അത് തന്നെ പറയൂ, ഉത്തരം പറയൂ. ശരിയല്ലല്ലോ. ഇതൊന്ന് വയസ്സായ ഒരാളുടെ അടുത്ത് ജാതി വർത്താനം ചോദിക്കാൻ പാടുണ്ടോ? എന്നോട് ഞാൻ പറഞ്ഞില്ല മാന്യായിട്ട് രണ്ട് കാര്യം. നിങ്ങളോട് ഈ ആദ്യം മറുപടി പറഞ്ഞിട്ട് വസലാവേണ്ട കാര്യം അല്ല. ഇതിപ്പോ ഇക്കടെ ചോദ്യം കഴിഞ്ഞ് നമ്മൾ ഇയാളോടെ ചോദിക്കണം. ഞാൻ ചോദിച്ചത് ശരിയല്ല. അതിന്റെ മറുപടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോയ അല്ല. ഇക്കടെ മറുപടി ഒക്കെ പറഞ്ഞല്ല, ഈ പറഞ്ഞിട്ടില്ല. ഇപ്പൊ പുള്ളിയുടെ ചാൻസ് ആണിത്. പുള്ളി ഉത്തരം പറയട്ടെ. അയ്യോ, പേരെന്താണ്? നിസാർ പറയട്ടെ. പറയണ്ട. ഓർക്ക് എന്താ പറയണ്ടേ? നമസ്കാരം. ക്രേസി പ്യാരി യൂട്യൂബ് ചാനലിൽ നിന്നാണ്. എന്താണ് പേര്? എന്റെ പേര് റസാഖ്. ഇതൊന്ന് ചോദിക്കട്ടെ എന്റെ പൊന്നാരിക്ക. ചോദിച്ചതിന്റെ കാര്യം പറയണോ? അതെ, ഇതിപ്പോ അതൊന്നും അറിയണ്ട. ഈ വയസ്സാം കാലത്ത് ഇവിടെ വെക്കുമ്പോ ഇന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ ോട് ചോദിച്ചില്ല ഏറ്റവും കൂടുതൽ സുഖം കിട്ടണ എപ്പോഴാന്ന് പറഞ്ഞു. അല്ല അത് രണ്ടെണ്ണം പറഞ്ഞിട്ട് ഈ സമ്മതിച്ചില്ല. അതെന്തുകൊണ്ട്? എന്റെ ചോദ്യം എന്തുകൊണ്ട് തൃപ്തിയായില്ല? അതെ, ഞങ്ങള് വർക്ക് ചെയ്തോട്ടെ. വർക്കല്ലടാ നായി. വയസ്സാം കാലത്ത് ഇവിടെ പള്ളിക്കൽക്ക് പോവാൻ നിക്കണ ഇന്നേക്ക് വന്നിട്ട് ഈ സുഖവിവരം അന്വേഷിക്കാൻ വന്ന ചെയ്തോട്ടെ. ഈ റോട്ടിൽ കൂടെ പോണ മാന്യന്മാരെ വിളിച്ചു വരുത്തിയിട്ട് എന്താ ഉദ്ദേശിച്ചത്? യൂട്യൂബ് ചാനൽ ഒരു അരി മേടിക്കണ ഇത് വെച്ചോ ഇതൊന്നും ചെയ്തോട്ടെ. ഉപദ്രവിക്കില്ല, ചെയ്തോട്ടെ. അതെ, ഓക്കെ. പോട്ടെ. വേറൊരു ചേച്ചി വരുന്നുണ്ട്. ആ ചേച്ചിയോട് നമുക്ക് ചോദിക്കാം. ചേച്ചി നമസ്കാരം. ഞങ്ങൾ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. എന്താ പേര്? സ്വപ്ന ചേച്ചിയോടാണ് നമ്മുടെ ചോദ്യം. ചേച്ചി അധികം വളച്ചു കെട്ടില്ലാത്ത ചോദ്യം ചോദിക്കാം. നമ്മൾ പുരുഷന്മാരെ കാണുമ്പോ ചേച്ചി ആദ്യം നോക്കുന്ന സ്ഥലം ഏതായിരിക്കും?
നമ്മൾ പുരുഷന്മാരെ കാണുമ്പോ ചേച്ചി ആദ്യം നോക്കുന്നത് ഏത് സ്ഥലത്തിട്ടായിരിക്കും? എന്റെ പേര് പാരി. ലൈവാണ്. ഞാനിപ്പോ എന്റെ രാഘവ കുട്ടറ കാര്യത്തിനേ മോളുടെ അതെ അതെ അവളുടെ വീടിന്റെ കാര്യത്തിന് വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഞാൻ മെനക്കെടണേ. അപ്പൊ അത് സർക്കാരിന്റെ വക ഒരു 4 ലക്ഷം ഉറുപ്പ്യ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അതിന് നമ്മള് റേഷൻ കാർഡൊക്കെ കൊടുക്കണൊക്കെ കൊടുത്ത് അപ്പൊ അതിപ്പോഴും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ലേ? അതിപ്പോ 4 സെന്റ് സ്ഥലം ഞാൻ ഇപ്പൊ എന്റെ മറ്റേ പറമ്പെന്ന് കുട്ടിക്കായിട്ട് പൈസ കൊടുത്ത്. സ്ഥലം ഇല്ലാത്തവർക്ക് ഇത് കിട്ടൂല. സ്ഥലം വേണം. ഞങ്ങള് അപ്പോ അങ്ങനെ ഈ 4 ലക്ഷം ഉറുപ്പ്യ നമ്മുടെ കയ്യിലേക്ക് കിട്ടണമെങ്കിൽ ഇനി പണി കുറെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇത് ബന്ധപ്പെട്ട ഇവിടെ ഇരിക്കാൻ പറ്റണില്ലല്ലോ ഹാലാക്ക്. അപ്പൊ ഞാന് അതിനുള്ളൊരു ഇതൊക്കെ കൊടുത്തു. അപ്പൊ ഇത് ഗഡുക്കളായിട്ട് അത്ര ഇത് കിട്ടുക. അതെ. തറ കെട്ടിയ പൈസ തറ കെട്ടാ. ഇനിയിപ്പോ തറ കെട്ടാൻ കഴിയണ്ടേ? ഒരു 50,000 75,000 ഉറുപ്പ്യ എന്താ കിട്ടും. അതുകൊണ്ട് തറയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബാക്കി കായ്ക്ക് പിന്നെ ഇത് പണിത് കാണിച്ചു കൊടുക്കണം എന്നാ പറയണേ. എന്നാലും അത്ര അടുത്ത തരാം. അങ്ങനെ തരുന്നൊക്കെ പറയുന്നുണ്ട്. കിട്ടിച്ച വലിയ ഉപകാരം. ഞാനേ ഇവിടെ ഇരുന്നാ ശരിയാവില്ലക്കേ. ഊല വേദനിച്ചിട്ട് ഭയങ്കര വേദന. ആ എല്ലിന്റെ കൊള്ളു കുത്തിക്കറി നമ്മടെ എല്ലോണ്ട് പണിത മാതിരിയപ്പ. എന്തായാലും ഉണ്ടാക്കി. എന്നാ പിന്നെ മനുഷ്യന്മാർക്ക് ഇരിക്കാൻ പാകത്തിൽ ഉണ്ടാക്കിയൂടെ ഇത് ഹലാക്ക്. എന്ത് പാവം ചെയ്തോടെ രാഘവ തിന്റെ മുകളിലെ കയറിക്കത്തിന് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ അവിടെ ചേച്ചിയുടെ ചായക്കടയിലുണ്ടായിരുന്നേ. അപ്പൊ അവിടെ വന്നിരുന്നാ മതിയായിരുന്നില്ലേ? എന്റെ സുഖത ഞാൻ ഇപ്പൊ കുറച്ചേരം ഇരുന്നിട്ട് ഇതാ ഊര വേനിച്ചിട്ട് എനിച്ചായ. ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യണതാണ്. ഇതിപ്പോ കണ്ടില്ലേ നമ്മുടെ MLA പാരിജാതന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 3 ലക്ഷം ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കെട്ടിയതാ. ഏത് ഇതോ? 3 ലക്ഷം ഉറുപ്പ്യ ഇതിനോ? പിന്നെ ഇതിനു അല്ല സുഖത. അങ്ങനെ വെച്ചപ്പോ സർക്കാർ നമുക്കൊരു വീട് വെക്കാൻ തരുന്ന ഫണ്ട് എത്ര വെച്ചണ്ട? 4 ലക്ഷം ഉറുപ്പ്യാണ്. അതെ. അതിലൊരു റൂമുണ്ട്, ഒരകുണ്ട്, ഒരു അടക്കള ഉണ്ട്, ഒരു കോലായി ഉണ്ട്. ഒക്കെപ്പാട് സാധനമൊക്കെ കൂടി വാർത്തും തരും സർക്കാർ. അതിന് 4 ലക്ഷം ഉറുപ്പ്യ 4 ലക്ഷം ഉറുപ്പ്യാണ് അതിന് തരിക. പിന്നെ ഇപ്പൊ ഈ 4 ലക്ഷത്തിൽ കൂടെ ഇപ്പൊ ഈ തൊഴിലുറപ്പിന് പോണവർക്ക് ഒരു 35,000 ഉറുപ്പ്യ വേറെയും കിട്ടും. എങ്ങനെ ആയാലും ഒരു 4:35 ഇപ്പൊ ഈ വീട് പണിയണത്. ആ കാശിന് അത് പണിയാന്ന് അവർക്ക് അറിയാം. അപ്പൊ പിന്നെ ഇതിന് 3 ലക്ഷം എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതിപ്പോ MLA ഫണ്ടാണെന്നാ പറയുന്നത്. ജനങ്ങളുടെ പൈസ. ഇപ്പൊ 3 ലക്ഷം കൊടുത്തിട്ടുണ്ടാവില്ല, പോക്കറ്റിലേക്കേ പോയിട്ടുണ്ടാവില്ലേ. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത ഇലക്ഷന് വരുമ്പോ പിടിക്കുക. എന്നിട്ട് MLA-യുടെ എല്ലാം ഊരിയിട്ട് ഇതേമാതിരി അങ്ങോട്ട് പണിയാ. ബെസ്റ്റോ നമ്മുടെ എന്റെ ഒക്കെ നല്ലപ്പം പ്രായമായിരുന്നുണ്ടല്ലോ ഞാൻ പ്രതികരിച്ചേനെ. ഇതൊന്നും അറിയണല്ലോ നമുക്ക്. ഇതിന് എത്ര ഉറുപ്പ്യ വരുന്നൊന്നും അറിയണല്ലോ. നടത്തുന്ന മൊയ്തുല്ലേ? നാളെ രാവിലെ ഒരു 10 മണിക്ക് രാഘവൻ അവനെ കൂട്ടിയിട്ടുണ്ട് വാ. ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് നിൽക്കാം. ആയിക്കോട്ടെ. ഇത് അറിഞ്ഞിട്ട് നീ ഉമ്മ ഇരുന്നാ മതി. അതെ, നമ്മുടെ കോമ്പാറ ജംഗ്ഷനിൽ പുതിയ ഹൈമാക്സ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തില്ലേ? ഞാൻ അതിന്റെ പടം അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. അതെടുത്ത് എന്റെ പേജിൽ ഇട്ടിട്ട് നമ്മുടെ സൈബർ പിള്ളേരെ കൊണ്ട് ഒരുപാട് കമന്റ് അതിൽ ചെയ്യിക്കണം. അതെന്തിനാ ഞാൻ പറഞ്ഞു തരുന്നത്? പാരിജാതൻ MLA ഈ മണ്ഡലത്തിന്റെ ഐശ്വര്യം. ഇങ്ങനെ ഒരു MLA കിട്ടിയത് നമ്മുടെ ഭാഗ്യം. ഹൈമാക്സ് ലൈറ്റ് അനുവദിച്ച പാരിജാതൻ MLA-ക്ക് അഭിവാദ്യങ്ങൾ. 100 പൂച്ചെണ്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വിട്. നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, അത് ജനങ്ങളിലെത്തണ്ടേ. ഇനിയും ഒരുപാട് ഫണ്ടുകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നിങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിക്കുക. അതിന്റെ പെർസെന്റേജ് ഇവിടെ എത്തിയാൽ മതി. പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്പർ കാണിച്ചെങ്കിലല്ലേ നമ്മളിവിടെ MLA ആയിരുന്നു എന്നുള്ളൊരു തെളിവുണ്ടാവുള്ളൂ. എഴുതി വെക്കണം. എന്ത് ചെറിയ കാര്യം ചെയ്താലും വലിയ ബോർഡ് എഴുതി വെക്കണം. ഇപ്പൊ ഹൈമാക്സ് ലൈറ്റും വെച്ചത് നന്നായിട്ടുണ്ട്. പിന്നെ പൈസയുടെ കാര്യമൊന്നും അത്രയും വലിപ്പത്തിൽ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ വെറുതെ ആളുകളെ അറിയിപ്പിച്ച് ഒരു ചർച്ചയാക്കാന്നല്ലാതെ. ശരിയപ്പ കേട്ടാ. ഇവിടെ വന്ന് വാങ്ങിക്കോ, ഞാനിവിടെ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ സാറേ,
അതെ, നമ്മളിപ്പോ പഞ്ചായത്തിന് മറ്റേ ബസ് സ്റ്റോപ്പ് പാസ്സാക്കിയല്ല, ആ ബസ് സ്റ്റോപ്പ് പാസ്സാക്കിയോണ്ട് മാക്കിയില്ല പഞ്ചായത്ത് ഒന്നാകെ വരെയെന്ന്. നമുക്കും ബസ് സ്റ്റോപ്പ് പോകണം, ബസ് സ്റ്റോപ്പ് പോകണം. ബസ് സ്റ്റോപ്പ് നമുക്ക് അനുവദിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത്? ബസ് സ്റ്റോപ്പും ആ സ്ഥലത്തിന്റെ പേരിലേലും എന്റെ പേര് വലുതായിട്ട് എഴുതി വെക്കണം. അത് പക്ഷെ അടങ്കൽ തുക കൂടുതലാന്ന് പറഞ്ഞിട്ട് 2-3 ആൾ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അതിനൊരു പണി ചെയ്താ പോരെ? ഇവിടുത്തെ പ്രവർത്തകരെ വിട്ടിട്ട് നമ്മുടെ പഴയ പോസ്റ്ററൊക്കെ ഇരിപ്പില്ലേ ഇവിടെ? എന്തെങ്കിലും വാഹനജാഥ ധർണയുടെ പോസ്റ്റർ ആ പൈസ കാണിച്ചതിനോട് ഒട്ടിച്ചു വെക്ക്. ഒരു പോസ്റ്റർ അവിടെ ഇരുന്നാ പിന്നെ ആളുകൾ അത് കൊണ്ടുവന്ന് കുറെ ഒട്ടിച്ചോളൂ, അതങ്ങോട്ട് പോവും. അപ്പൊ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാ പൈസ കാണുമല്ലോ. പൈസ കാണണ്ട, എന്റെ പേര് മാത്രം കണ്ടാ മതി. അത്രേ വേണ്ടു. മതി. ഇനി ഇതൊക്കെ എന്ന് പഠിക്കാനാണ് നിങ്ങള്? ശരിയാണ്. ഞാൻ ചോദിക്കാം സാറേ, നമ്മളിപ്പം കോട്ടിക്കൊള്ളുന്ന കുപ്പേര വരെയുള്ള സ്ഥലം ഉണ്ടല്ലോ, റോഡ്, നമ്മൾ ആ ഭാഗത്ത് പോകണ്ട. ഇപ്പം ഹൈവേ അത് ഞാൻ മിനിയാന്ന് അതിലേ പോകുമ്പോ ഭയങ്കര സന്തോഷം ജനങ്ങൾക്ക്. MLA ഇറങ്ങുന്ന റോഡ് അത് എനിക്ക് ഒരുപാട് അഭിനന്ദനം കിട്ടി. പക്ഷെ അത് നമ്മുടെ റോഡല്ല, അത് MP ഫണ്ടിൽ നിന്ന് ചെയ്തതാണ്, അയാള് ചെയ്തതാണത്. MLA പ്രാദേശിക അല്ല 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 അല്ല, അവർക്കറിയില്ല. ആളുകൾ മുഴുവനും ഞാൻ ചെയ്താന്നാണ്. ഞാൻ പോയി പറയാം നമ്മളതല്ല. വേണ്ട, പറയണ്ട, അങ്ങനെ പറയാൻ നിക്കണ്ട. നമ്മൾ ചെയ്തതിൽ അയാൾക്കും പേര് കിട്ടണ്ട, അയാള് ചെയ്ത വലിയ വലിയവർക്ക് എനിക്കും പേര് കിട്ടണ്ട്. അതിപ്പോ അത് വ്യക്തത കൊടുക്കണ്ട. അതെന്തായാലും നല്ല കാര്യം. അതെ, ആ MP ഫണ്ടിൽ നിന്നേ സാറേ, ആ MP ഫണ്ടിലോട്ട് നിർദ്ദേശിക്കാനുള്ള ഒരു ഫയലില്ലേ, എടുക്കത്. പിന്നെ വേറൊരു കാര്യമുണ്ട് സാറേ, നമുക്കൊരു ചെറിയൊരു സംശയമുണ്ട് സാറേ. സാറേ അല്ല സാറേ, പഠിക്കുമ്പോഴേ ഇല്ലൊരു സംശയമാണ്. 5-8 കൊല്ലം സ്കൂളിൽ പഠിച്ചു ഞാൻ, ഉപയോഗിച്ച് രാഷ്ട്രീയം പഠിച്ചല്ലോ. പിന്നെ ഇതിപ്പം 1-2 സമയത്ത് എനിക്ക് ഇങ്ങനെ മനസ്സിൽ തേട്ടി വരുന്നു. നമ്മുടെ രാജ്യം ഇന്ത്യ, മുകളിൽ തന്നെ ഒരു കുഴപ്പമില്ല. എന്താ കൊണ്ടാ? ഇല്ല ഇല്ല, മുകളില് നിങ്ങൾ ആലോചിച്ചൊക്കെ ഇതിന്റെ, ഞാൻ നേരത്തെ നോക്കും ന്യൂസിലാൻഡ് അടിയിലിതാ എടുത്തത് താരൊക്കെ വീണൂലേ വെള്ളത്തിലേക്ക്, എങ്ങനെ പിടിച്ചിരിക്കും സാറേ ഇതാ? ജാതി മെനകെട്ടവന്മാര് കൂടെ ഉള്ളതുകൊണ്ടാണ് മനുഷ്യന്റെ പേര് പോണത്. നീ എന്തിനാണ് ഇങ്ങനെ നിക്കണ? അവിടെ ഇരിക്കേ, അവര് വരണ്ടേ? നേരത്തെ വെച്ചിട്ടാ എങ്ങനെ ഇരിക്കണതിന്റെ മുകളില് അന്റെ ഇരിപ്പന്നെ കാണുമ്പോ ഇത് വീഴാണ്ടിരിക്കും പിടിച്ചിരിക്കണ വരെയൊക്കെ തോന്നണം. ചങ്ങാതി, ഇതിപ്പോ ഈ MLA ഫണ്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒരു സാധനം പണിയുമ്പോ ഇതിങ്ങനെ ഇങ്ങനെ പൈപ്പ് വെച്ച നേരം ഇതിനൊരു തകിടടിച്ചെങ്കിൽ അതിന്റെ മുകളിൽ സുഖമായിട്ടിരുന്നൂടെ? അപ്പൊ ആൾക്കാർ വന്നിരിക്കൂലേ? ഇപ്പൊ കാലിലെ ആണി കാരനാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഊര വരച്ചിട്ട് വയ്യപ്പോ എന്റെ കാലിൽ ആണിയുണ്ട്, ആ ആണിയും കൂടി ഈ കാലുമല്ല. അതപ്പ ഞാൻ ഇരിക്കാത്തത്. രാഘവട്ടത് എത്ര നേരമായി ഇയാള് അവിടെ പണിയിലായി പോയി. അതിനോടൊരു പണിയില്ല, പണി കഴിഞ്ഞിട്ട് വരണ്ടേ? മൊയ്തൂരെ, ഞാനവിടെ ആ ഹംസക്കാന്റെ പീഡിയന്റെ പണി ഉണ്ടായിരുന്നു. അത് ശരി, അടുത്തിന് പോതാ. എന്താ പരിപാടി ഇത്? പറഞ്ഞോർക്ക്. ഇപ്പൊ ഇത് കണ്ടില്ലേ പോയതോ? കണ്ട്. ഇതിപ്പോ ഒരു വെയിറ്റിംഗ് സെറ്റാണ്. അതായത് ആൾക്കാർ മഴയും വെയിലും കൊള്ളാണ്ടേ ബസ് കാത്തു നിൽക്കാനുള്ളതാ അപ്പത്. ഇതിനകത്ത് മഴയൊക്കെ കൊള്ളുമല്ലോ. MLA പാരിജാതന്റെ വകയാണിത്. എന്താ പറഞ്ഞ് പാരിജാതം MLA വക എങ്ങനെ ആവണ്? ഇത് മനുഷ്യരെ ജനങ്ങളെ അടച്ച നികുതി കായ് എടുത്തിട്ടാണ് MLA ഈ ഫണ്ട് കൊടുക്കണം, അല്ലാണ്ട് MLA ശമ്പളത്തിൽ നിന്നല്ല. അല്ല, ഞാൻ ഇപ്പൊ എന്താ വേണ്ടി ആവറി? ഇതിന്റെ എസ്റ്റിമേറ്റ് ഒന്ന് എടുക്കണം. ഇന്ത്യ അങ്ങോട്ട് മാറിക്കുന്നു. എന്താ കാട്ടിന്? ആമ തൂങ്ങിയപ്പോ എല്ലാം കൂടി പോവുമ്പോ എന്താ സംഗതി? സ്വർണ്ണമൊന്നല്ല, ഇരുമ്പന്നെ. ഏത് ഇരുമ്പാണെന്ന് നോക്കൂ. സ്ട്രോങ് ഉള്ളതാണോ? അതിന്റെ വില കണക്കാക്കണ്ടേ? പണ്ട മുട്ടണ്ട അതില് ഇതേപ്പോ എത്ര അളവിന്റെ എനിക്കിപ്പോ ഇങ്ങനെ നോക്കിയാ മനസ്സിലാവില്ല അല്ലേ? അതൊക്കെ ഞാൻ ശരിയായി തരാം, ഇപ്പൊ ശരിയായി തരാം. അത് ഇവിടെ ഇതിന്റെ അത് പിടിച്ചോടിയാണ്. ഇത് പിടിക്കും. ഞാൻ പറയണ അതിനകത്ത് എഴുതിട്ടോ. പിടിച്ചോടി. അത് എഴുതിക്കാണോ? 78. 78. എത്ര ഉണ്ടോ? ഒരടിയല്ലേ ഉള്ളൂ? 12. ഒരടിയില് 3 കമ്പി വെച്ചാവുമ്പോ ഇരുത്തുക ആൾക്കാരനെ. ഇങ്ങോട്ട് വരും ഒരാൾ. നിങ്ങളെ എഴുതിയാ മതി. നിങ്ങൾ ഒന്ന് പിടിക്കുക. ഞാനാ പിടിച്ചിട്ട്. വേണ്ട, അവന്റെ കാലുമ ആണിയാണ്. ഞാൻ പിടിക്കണോ? 16. കോയക്കാ, ഇതിന് 3 ലക്ഷം ഒന്നും വരില്ല കേട്ടോ. പിന്നെ എത്ര വരും?
ഇതിപ്പോ ഭംഗിയിൽ എന്റെ ഭാവന ചെയ്യണമെങ്കിൽ ഒരു 1.5 ലക്ഷം റുപ്യാണ് ചെയ്തത്. എത്ര? 1.5 ലക്ഷം. 1.5 വരുമോ? ആ 1.5 വരില്ലേ പിന്നെ? നീ ചെയ്യുകയാണെങ്കിൽ 1.5 റുപ്യ വരും. പിന്നെ കമ്പി വേണ്ടേ, ഇത്രയും കമ്പി വേണ്ടേ, ആസ്പെറ്റോസ് വേണ്ടേ, വെൽഡ് ചെയ്യണ്ടേ, 2 ദിവസം പണിയില്ലേ? അത് ശരി. അപ്പൊ ഈ ഗവൺമെന്റ് എഞ്ചിനീയറിനെറ്റ് മേലുള്ള പൊജ്ജ് പറയണത് ഇതിപ്പോ 3 ലക്ഷം റുപ്യ അത് ഗവൺമെന്റിന്റെ പണിയാകുമ്പോ എന്ന് വിചാരിക്കാം. അപ്പൊ അനക്കന്നെ 1.5 വേണം. അല്ല 1.5 ഇങ്ങക്ക് പണിയണ്ട അവര് പണിയാനല്ലടോ ചങ്ങായി, അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കാനല്ലേ പണിയോട് വരാൻ പറഞ്ഞു. അപ്പൊ പണിയാനല്ല എന്നെ വിളിച്ചത്. 3 ലക്ഷം തന്നെ 3 ലക്ഷം തന്നെ പറഞ്ഞോ? അത് പറഞ്ഞില്ല. നിങ്ങളെ പോലത്തെ ആളല്ലേ ഇത് കണക്കാക്കാൻ ഈ പറ്റും. എസ്റ്റിമേറ്റ് ഒക്കെ നോക്കാൻ ആരെങ്കിലും വിളിച്ചാൽ തിരക്കിൽ ഇതിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇത് പണി അറിയണ ആളല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. എന്നാ പറഞ്ഞ പന്നെ പൊള്ള എന്റെ അടുത്ത് പറയണ്ട് 1.5 ലക്ഷം റുപ്യ എന്ന് പറഞ്ഞു. 1.5 ഇതിപ്പോ എസ്റ്റിമേറ്റ് അറിഞ്ഞാൽ മതി നിങ്ങൾക്ക്. അത് മതി. 60 റുപ്യ ഉണ്ട് ചെയ്യാം. അപ്പൊ ഈ 1.5 പറഞ്ഞായി അതിന്റെ പൈസയാണ്. പണിയെടുക്കുകയാണെങ്കിൽ കമ്മീഷൻ അടക്കാണ് ഇപ്പൊ ഇത് പറഞ്ഞത്. അത് ശരി. ഈ പണി വെച്ചാൽ 1.5 റുപ്യ വരും. വേറെ ആരെങ്കിലും വെച്ചാൽ 60. വേറെ ആരെങ്കിലും 60 റുപ്യ അതിനല്ലോ ഇത് പണിയാണെങ്കിൽ 60 റുപ്യയുടെ സാധനത്തിനാണ് ഇപ്പൊ 3 ലക്ഷം റുപ്യ ചെലവായി എഴുതിയിരിക്കുന്നത്. അത് അങ്ങനെയാണ്. സർക്കാരിന്റെ അല്ലേ? പക്ഷെ എന്തൊരു കഷ്ടം. ഇതിപ്പോ ആരപ്പോ ഈ 3 ലക്ഷം റുപ്യക്ക് ഇത് പഠിത്തുണ്ടാവുക? എഞ്ചിനീയർ. ഇതിനും എഞ്ചിനീയറാ? പിന്നെ എഞ്ചിനീയർ വേണ്ടേ? ഇത് MLA ഫണ്ടാണല്ലോ സംഭവം. അത് കളക്ടറായിട്ട് അനുവദിക്കൂ. പിന്നെ നമ്മളെ പഞ്ചായത്തിലെ മറ്റേ എഞ്ചിനീയറല്ലേ മണ്ടോതിരി മേഡല്ലേ, മണ്ടോതിരിയാണല്ലോ ഇത് ചെയ്യണത്. അത് ശരി. ഓരാണ് പണിയെടുപ്പിക്കണത്. അപ്പൊ ഈ 60 റുപ്യക്ക് 2.40 കൂട്ടി വെച്ചേക്കല്ലേ ശരിക്കും പോയിട്ടോ? നിങ്ങൾക്കൊക്കെ ഇതിന്റെ കണക്ക് ശരിക്കും അറിയണല്ലേ? അപ്പൊ ഒന്ന് പോയി ചോദിച്ചോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചെറിയ ചെറിയ പണിയിരുന്ന പിന്നെ നമ്മളവിടെ പോയിട്ട് തൊള്ള കൈയിടണോ? നമ്മുടെ സർക്കാരിന്റെ പൈസ അല്ലേ ഇത്? ഇതിങ്ങനെ നേതാക്കന്മാരും ആൾക്കാരും കട്ട് തിന്നുമ്പോ ഒന്ന് ചോദിച്ചൂടെ, പ്രതികരിച്ചൂടെ? ഈ കുടിയിലേക്ക് കാര്യം നീട്ടറിയാൻ ഞങ്ങൾ വേണം അത് പ്രതികരിക്കാൻ? അല്ല നിങ്ങൾ ഞാൻ പണിയൊക്കെ എടുത്ത് നടക്കണ ആളല്ലേ, എനിക്ക് എപ്പോഴെങ്കിലും ഒരു പണി കിട്ടണ നടന്നാ എന്തിലായിക്കോട്ടെ. ഈ ഇപ്പൊ സംഗതി പറഞ്ഞു തന്നല്ലോ അതെന്നെ. പിന്നെ ഒരു 250 റുപ്യ കടിക്കും. എന്താ ഇനി ഞങ്ങക്ക് പണിയണ്ട? അല്ല പണിയാനല്ല, ഞാൻ എസ്റ്റിമേറ്റ് എടുത്തന്നില്ലേ. അതിന്റെ അത് വെറുതെ ആയിട്ട് എടുക്കല. അവിടെ പണിയെടുത്ത നാസറിന്റെ പീടിയിൽ പണിയെടുത്തോണ്ട് അവിടെ മനുഷ്യൻ വന്ന് എന്നെ വിളിച്ചേ. അപ്പൊ നാസർ നാസർ കായറിന് അവിടെ പണിയെടുക്കണ അവിടെ ഇപ്പൊ പണിയെടുത്തതിന് ആരായിരുന്നു എനിക്ക്? ആയിക്കോട്ടെ. എത്ര കായ് നശിച്ച് നാറാണ കല്ല് കുത്തി പോണ്. അതിനുള്ള കായല്ലേ വേണ്ടോ? അതെ, ഒരു 200 റുപ്യ അങ്ങോട്ട് തരൂ. ഇത് വെച്ചാളി മതി. നീ 50 റുപ്യ ഞങ്ങക്ക് ചായ കുടിക്കാനുള്ള. അതുകൊണ്ടാണ്ട് തൃപ്തി പറ്റാതെ ബാക്കി ഇതിന്റെ 3 ലക്ഷത്തിന്റെ 2,400 അവിടെ പോയി ഉള്ളടന്ന് മേടിച്ചോളി. പ്രതികരിക്കണം. പ്രതികരിച്ചോളി. ഇന്ന കൂട്ടണ്ട, ഞാൻ എന്റെ പണിയെടുക്കട്ടെ പോയിട്ട്. വിളിച്ചാണ് 200 റുപ്യ കായ് കിട്ടിയില്ലായിരുന്നു. 250 റുപ്യ എന്തിനാ കായ് കിട്ടിയില്ലെങ്കിൽ? അവിടെ അത്ര തിരക്ക് പണി എടുക്കുമ്പോഴാണ് ഇവരെ പോലുള്ള ആൾക്കാർ ഈ നാട് നേരാവില്ല കേട്ടോ. ഈ ജാതി സാധനങ്ങൾ മൂത്ത് വലുതായിട്ടാണ് ഇതേപോലത്തെ പണി എടുത്തിട്ട് എഞ്ചിനീയർമാരായി കായ് മേടിക്കണതേ. അപ്പൊ അവനിപ്പോ 10-200 റുപ്യ എടുത്തിട്ട് ഇപ്പൊ ഇതിന്റെ യഥാർത്ഥ കാശ് അറിഞ്ഞിട്ട് ഇനിയിപ്പോ എന്താ കാര്യം? ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണ്? അടുത്ത പരിപാടി എന്താ വെച്ചാ ഈ കായ് കണ്ട കായ് ഇതിന് മേടിച്ചിട്ടുള്ള സിവിൽ എഞ്ചിനീയർ ആരാച്ചാ അവരെ പിടിക്കുക. അതിനിപ്പോ ഇന്ന് നാളെ പഞ്ചായത്ത് ഒഴിവല്ലേ, എങ്ങനെ പോയി കാണാൻ പറ്റുക? പഞ്ചായത്തിലേക്ക് പോകണ്ടോ ഓരോ കൂടിയിലേക്ക് പോകണം? ഈ മണ്ടോത്തിന്റെ വീട്ടിലേക്കോ? അല്ല ഇപ്പൊ തന്നെ പോണോ? ഇപ്പൊ ചെയ്യേണ്ട പണി ഇപ്പൊ കയ്യല കായും പിടുങ്ങി അല്ലേ? ഇപ്പൊ ഈ വെയിറ്റിംഗ് ഷെഡ് പോലെ തന്നെ ഈ റോഡിന്റെയും കുളത്തിന്റെ ഒക്കെ എഞ്ചിനീയർ ഇപ്പൊ ഈ സിവിൽ എഞ്ചിനീയർ ആണ് ഓര്. അതായത് ഗവൺമെന്റ് പണികൾ എടുക്കണ എഞ്ചിനീയറാണ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കാണ് അതിന്റെ കൊട്ടേഷൻ കിട്ടുള്ളൂ. അപ്പൊ അവര് തമ്മിലുള്ള ഒരു കളിയത്. പുറമെ എന്തോരം നോളി എന്തായി കാണിക്കണേ? ആളില്ലാത്ത വീട്ടിൽ കയറി ഇരിക്കുക. അവര് ഇരിക്കാൻ പറഞ്ഞാലേ ഇരിക്കണ്ടേ? ഇങ്ങനെ പോന്നോളിട്ടോ, നമ്മള് നികുതി അടച്ച കായ് തന്നെ ഇപ്പൊ അതൊക്കെ. ഇവർക്ക് അല്ലാണ്ട് അവിടുന്ന് ശമ്പളം കിട്ടണ്. ഇത് കയറി കുത്തിയിരുന്നാളി. പിന്നെ ഇരിക്കാം. ഇവിടെ ഇപ്പൊ ആരല്ലേ? ആ ബെല്ലൊന്നും അടിച്ച സൂതാജ് എഞ്ചിനീയർ അല്ലേ? ബെല്ലൊന്നും അടിച്ചു. ഇവിടെ പോന്നോളെ പെട്ടെന്ന് തുറന്ന് ആളെ കണ്ട് പേടിക്കണ്ട അവര്. അപ്പോ ഇങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയത് അർത്ഥം. ഇവിടെ ആരും ഇല്ലേ? തരക്കടൊന്നുമില്ല. ആളൊക്കെ ഉണ്ടാവും. അമ്മ ഉണ്ടാകത്ത് ഏതാരത്? അമ്മയാവില്ലേ?
ഭാര്യ ഉണ്ടോ? അല്ല പെങ്ങള് എഞ്ചിനീയർ ഉണ്ടോ ചോദിക്കണോ? എഞ്ചിനീയർ ഉണ്ടോ അവിടെ? ഒന്ന് വിളിക്കോ? എന്താ പോവാത്ത്? എന്റെ കൈക്ക് കടയുന്നു. എന്താ പോവാത്ത എഞ്ചിനീയറിനെ വിളിച്ചേ? ഒന്ന് വിളിച്ചോണ്ടാ. എഞ്ചിനീയർ ഒന്ന് വിളിക്കും. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു അവതാരം? അങ്ങനെയൊക്കെയാണ് ഇപ്പൊ. ഓന്റെ കണ്ണ് കണ്ടോ ഈ? ഇന്നലെ സുലൈമാൻ കൊണ്ടുവന്ന അയിലയുടെ കണ്ണ് മാതിരി. സുഖമില്ലാത്ത കുട്ടിയാവൂലേ? സുഖമല്ല, നേരത്തെ പറഞ്ഞ വലിച്ചിട്ടല്ലേ. വലിച്ചിട്ടല്ല, ഓ വലിച്ചോട്ടെ, നാട്ടുകാരെന്ന് വലിക്കാൻ ഞാൻ വരെ. ആരാ മനസ്സിലായി? ഞങ്ങളിവിടെ നാട്ടുകാരൊക്കെ ഉണ്ടേ. എന്തായിരുന്നു? അല്ല ഞങ്ങളെ ഒരു എസ്റ്റിമേറ്റ് ബന്ധപ്പെട്ടൊന്ന് അയ്യോ, സംസാരിക്കാം. അത് ഇവിടെ അല്ല കേട്ടോ, ഓഫീസിൽ വരണം. ഒരു കാര്യം ചെയ്യ്, മറ്റന്നാൾ ഞാൻ ഓഫീസിലുണ്ടാവും. ഒരു 10:30-11 മണിയാകുമ്പോ വന്നോ. അല്ല ഇപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ വന്നത്. എന്താ കാര്യം? എന്താ വേഗം പറയാം, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഞങ്ങളും തിരക്കിൽ തന്നെ അറിഞ്ഞിട്ട് പോവാനാണ്. നമ്മുടെ ആ പുറക്കുളത്തെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, അതൊക്കെ പണി കഴിഞ്ഞല്ലോ. അതിനെപ്പറ്റി പണി കഴിഞ്ഞ് നിങ്ങളല്ല അതിന്റെ എഞ്ചിനീയർ എസ്റ്റിമേറ്റ് ഒക്കെ റെഡിയാക്കി നിങ്ങളെ? അതെ അതെ. അല്ല അതിന് എത്ര റുപ്യ ചെലവ് വന്നിട്ടുണ്ട്? അതൊക്കെ ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോ അല്ല, ആ ബസ് സ്റ്റോപ്പിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടാവല്ലോ, MLA ഫണ്ട് അല്ലായിരുന്നു അത്? 3 ലക്ഷം. 3 ലക്ഷം. അപ്പൊ അങ്ങനല്ല, ആ 3 ലക്ഷം റുപ്യാണോ അതിന് ചെലവായേക്കണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതെത്രയെന്നൊന്ന് പറയണം. അല്ല, എന്താ വിജിലൻസ് കളിക്കാണോ? വിജിലൻസ് ഇപ്പൊ ഈ വേഷത്തിലല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു എസ്റ്റിമേറ്റ് ഇങ്ങോട്ട് എഴുതി തന്നു, അത് ഞാൻ എഴുതി കൊടുത്തു, അത്രേ ഉള്ളൂ. മൂപ്പര് ഇത് പറഞ്ഞല്ലോ, ഏകദേശം അവരുടെ പണി കഴിഞ്ഞ് ഇത്ര ഉറുപ്പ്യാണ് അവര് എഴുതിയത്, അതാണ് ഇത്ര ഇവര് ചെയ്യുക. അങ്ങനെ ഇവർക്ക് അറിയാൻ പാടുള്ളൂ എന്നാണ്. പുറത്ത് പറയാനും പാടില്ല. അല്ല അതെ അതെ. അല്ലാതിപ്പോ ഇതുപോലത്തെ എത്ര കാര്യങ്ങൾ ഞാൻ ഒരു ദിവസം ഒപ്പിടുന്നുണ്ട്, അത് ഫോട്ടോ വയ്ക്കാൻ പറ്റുമോ? ആ ബസ് സ്റ്റോപ്പിൽ ഒരാൾക്ക് ഇരിക്കാൻ പറ്റുമോ? ഒരു വയസ്സന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, അതിനൊരു താൽക്കാലിക സൗകര്യം അവിടെ ഉണ്ടല്ലോ, 2 കമ്പ്യൂട്ടർ ഉണ്ടല്ലോ. എന്താ ഞങ്ങളെന്താ തത്തമ്മ കമ്പിമ വന്നിരിക്കാൻ? അല്ല, ഇതിപ്പോ നിങ്ങൾ സ്ഥിരമായിട്ട് ഇരിക്കല്ലോ അവിടെ. 3 ലക്ഷം ഉറുപ്പിയുടെയാണ് ഇപ്പൊ ആ വെയിറ്റിംഗ് ഷെഡ് അതന്നെ. അല്ലേ? അത് മനസ്സിലാക്കിയാൽ ഞങ്ങൾ അതിന്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് 60,000 ഉറുപ്പ്യ. അതെങ്ങനെ 3 വന്ന് എന്നുള്ളത് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് എടുക്കാനാണെങ്കിൽ പിന്നെ ഞങ്ങളെ ശമ്പളം ഒന്നും ഇരുത്തേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ അതൊക്കെ ചെയ്താ പോരെ. ശരിക്കും അങ്ങനെ ചെയ്യാൻ ഒരു പാടില്ല. കാര്യം ചെയ്യും, എന്തെങ്കിലും ഇനി ചോദിക്കാണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോയി കാണുക. വെറുതെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട്